നമസ്കാരം, ഇവർക്കും ഡെയിലി ന്യൂസിന്റെ സൃഷ്ടിക്ക് സ്വാഗതം. സുഖം ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ന്യൂസ് ഫസ്റ്റ് ആർട്ടിക്കിൾ, പോച്ചേഴ്സ് കിൽ ഫീമെയിൽ റൈനോ ഇൻ കസിരംഗ ആൻഡ് സ്റ്റീൽ ഇറ്റ്സ് ഹോൺ എന്നുള്ളതാണ്. ഒരു ആർട്ടിക്കിൾ തീർച്ചയായിട്ടും നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS പേപ്പർ 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. ഓക്കെ, GS പേപ്പർ 3 വരുന്ന ഒരു ആർട്ടിക്കിളാണ്. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ കസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. കസിരംഗ നാഷണൽ പാർക്ക് നമ്മുടെ ആസാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കും അതേപോലെ തന്നെ ഒരു ടൈഗർ റിസർവും ആണെന്നുള്ളൊരു കാര്യം ആദ്യം ഓർത്തിരിക്കാം. പലതവണ UPSC പറഞ്ഞ പോലെ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ കസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ചിട്ട്. ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ആസാം ആൻഡ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇയർ ഓഫ് 1904 ആണ്. And it was declared as a national park in 1974. 1974 കസിരംഗ ഒരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടതും പിന്നെ ഈ പറഞ്ഞ പോലെ ടൈഗർ റിസർവ് ആയിട്ട് ഇതിനെ ഡിക്ലെയർ ചെയ്ത് 2007 കാര്യം ഓർക്കുക. അപ്പോൾ നിലവിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ നാഷണൽ പാർക്ക് ആസ് വെൽ ആസ് എ ടൈഗർ റിസർവ് എന്നുള്ള കാര്യം ഓർക്കണം. ഇനി ഈ പറഞ്ഞ പോലെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പദവി കിട്ടിയിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് കൂടിയാണ് കസിരംഗ നാഷണൽ പാർക്ക് ഇൻ ദ ഇയർ ഓഫ് 1985. ആൻഡ് ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ സൊസൈറ്റി പ്രകാരം ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ബേർഡ് ഏരിയ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ഒരു പാർക്ക് കൂടിയാണ് കസിരംഗ നാഷണൽ പാർക്ക് ഫോർ വേരിയസ് സ്പീഷീസ് ഓഫ് മൈഗ്രേറ്റിംഗ് ആൻഡ് ഇൻഹാബിറ്റന്റ് ബേർഡ്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പല അർത്ഥത്തിൽ ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ്. പിന്നെ ഈ പറഞ്ഞ ടൈഗർ റിസർവ് ആണ്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പദവി കിട്ടിയിട്ടുള്ള നാഷണൽ പാർക്ക് കൂടിയാണ്. ദെൻ ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ സൊസൈറ്റിയുടെ ഇമ്പോർട്ടന്റ് ബേർഡ് ഏരിയ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നു ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് കൂടിയാണ് നമ്മുടെ ഈ ഒരു കസിരംഗ നാഷണൽ പാർക്ക്. ദെൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു കസിരംഗ നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണെന്നുള്ളൊരു പോയിന്റ് കൂടി ഓർമ്മ വെച്ചേക്കാം. അതേപോലെ ഈ പറഞ്ഞ പോലെ ദിഫ്ലു റിവർ ആണ് ഈ ഒരു കസിരംഗ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന റിവർ എന്നുള്ളൊരു പോയിന്റ്. ബ്രഹ്മപുത്ര നദിയുടെ ബാങ്ക്സിലാണുള്ളത്. അതേപോലെ തന്നെ ഈ ദിഫ്ലു റിവർ ആണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി എന്നുള്ളൊരു പോയിന്റ് ഓർക്കണം. നാഷണൽ ഹൈവേ 37 ആണ് കസിരംഗ നാഷണൽ പാർക്കിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. ഇനി കസിരംഗ നാഷണൽ പാർക്ക് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് ബിഗ് 4 സ്പീഷീസിന്റെ പേരിലാണ്. അതിനകത്ത് ഒരെണ്ണമാണ് നമ്മൾ ഈ വാർത്തയിൽ വന്നിരിക്കുന്ന റൈനോ എന്ന് പറയുന്നത്. ഓക്കെ, റൈനോസറസ്, ദെൻ എലഫന്റ്, പിന്നെ ഈ പറഞ്ഞ റോയൽ ബംഗാൾ ടൈഗർ ആൻഡ് ഏഷ്യാറ്റിക് വാട്ടർ ബഫല്ലോ. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട സ്പീഷീസിനെ കാണപ്പെടാൻ സാധിക്കുന്ന ഒരു നാഷണൽ പാർക്ക് കൂടിയാണ് കസിരംഗ നാഷണൽ പാർക്ക്. റൈനോയും, എലഫന്റ്, റോയൽ ബംഗാൾ ടൈഗർ ആൻഡ് ഏഷ്യാറ്റിക് വാട്ടർ ബഫല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു വാർത്ത വന്നിരിക്കുന്ന വൺ ഹോൺ റൈനോയെ കുറിച്ചിട്ടാണ്. അത്തരത്തിലൊരു ഫീമെയിൽ റൈനോയുടെ ആ ഒരു കൊമ്പ് ഈ പറഞ്ഞ പോലെ പോച്ചേഴ്സ് ഈ പറഞ്ഞ പോലെ കടത്തിക്കൊണ്ട് പോയെന്നുള്ള രീതിയിലേക്കാണ്, കില്ല് ചെയ്തിട്ട് കടത്തിക്കൊണ്ട് പോയെന്നുള്ളൊരു വാർത്ത വന്നിരിക്കുന്നത്. സോ എന്തായാലും ഗ്രേറ്റർ വൺ ഹോൺ റൈനോ ഓർ ഇന്ത്യൻ റൈനോ ഇസ് ദ ലാർജസ്റ്റ് ഓഫ് ദ റൈനോ സ്പീഷീസ്. ശരിക്കും പറഞ്ഞാൽ റൈനോ സ്പീഷീസ് ആയിട്ട് നമുക്ക് 5 എണ്ണം ഉണ്ട്. 5 റൈനോ സ്പീഷീസ് ആണുള്ളത്. അതിലൊരെണ്ണമാണ് നമ്മൾ ഈ വാർത്തയിൽ വന്നിരിക്കുന്ന ഗ്രേറ്റ് വൺ ഹോൺ റൈനോ അഥവാ ഇന്ത്യൻ റൈനോ എന്നറിയപ്പെടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വൈറ്റ് റൈനോസ് ഉണ്ട്, ബ്ലാക്ക് റൈനോസ്, ദെൻ ജാവൻ റൈനോ ആൻഡ് സുമാത്രൻ റൈനോസ്. ഈ 5 തരം റൈനോസ് ആണ് ലോകത്തിൽ കാണപ്പെടുന്നത്. എന്നാൽ ഇതിനകത്ത് 3 സ്പീഷീസ് ഏഷ്യയിലാണ് കാണപ്പെടുന്നത്. അതിൽ ഒരെണ്ണമാണ് ഗ്രേറ്റർ വൺ ഹോൺ റൈനോയും, പിന്നെ രണ്ടാമത്തെ ജാവനും, പിന്നെ മൂന്നാമത് സുമാത്രം. എന്തായാലും ഈ സ്ലൈഡിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ റൈനോ അഥവാ വൺ ഹോൺ റൈനോയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു പോയിന്റ് ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടാവും. ലോകത്തിൽ വെച്ച് കാണപ്പെടുന്ന റൈനോ സ്പീഷീസിൽ ഈ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും 5 സ്പീഷീസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടും ഇന്ത്യയിൽ പ്രധാനമായിട്ടും കാണുന്ന റൈനോയാണ് വൺ ഹോൺ റൈനോ അഥവാ ഇന്ത്യൻ റൈനോ എന്നറിയപ്പെടുന്നു. ഈ ഇന്ത്യൻ റൈനോ അഥവാ വൺ ഹോൺ റൈനോ പ്രധാനമായിട്ടും ഇന്ത്യയിൽ കാണപ്പെടുന്നു. എന്നാൽ ഇന്ത്യയിലല്ലാതെ മറ്റേതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാനിലും കാണപ്പെടുന്ന ഒരു പോയിന്റ് ഓർക്കുക. അപ്പം ഇന്ത്യയിൽ മാത്രമാണ് കാണപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഈ വൺ ഹോൺ റൈനോ അഥവാ ഇന്ത്യൻ റൈനോ ഇന്ത്യ കൂടാണ്ട് നേപ്പാളിലും ഭൂട്ടാനിലും പാകിസ്ഥാനിലും കാണപ്പെടുന്ന ഒരു പോയിന്റ് ഓർക്കണം. ദെൻ ഈ പറഞ്ഞ പോലെ IUCN റെഡ് ലിസ്റ്റ് പ്രകാരം വൾണറബിൾ സ്പീഷീസ് കാറ്റഗറിയിൽ പെട്ടിരിക്കുന്നതാണ്. ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂൾഡ് 1. അപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്പീഷീസ് ആയിട്ടും കൂടി പറയേണ്ടതാണ് ഈ വൺ ഹോൺ റൈനെ കുറിച്ചിട്ട്. അതേപോലെ സൈറ്റ്സിന്റെ ഈ പറഞ്ഞ സൈറ്റ്സ് എന്ന് പറയുമ്പോൾ ട്രേഡ്, ഇല്ലീഗൽ ആയിട്ടുള്ള ട്രേഡും കാര്യങ്ങളൊക്കെ തന്നെ തടയാനായിട്ടുള്ള ഒരു കൺസർവേഷനും കൂടിയാണ്. കൺസർവേഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചർഡ് സ്പീഷീസ് ആണ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ. ഇത് പ്രകാരം അപ്പൻഡിക്സ് 1, അതായത് സൈറ്റ്സിന്റെ അപ്പൻഡിക്സ് 1 നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഷെഡ്യൂൾ 1 എന്നൊക്കെ പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഹൈ ലെവൽ ഇമ്പോർട്ടൻസ് ആണ് ഈ സ്പീഷീസിന് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇന്ത്യ ഇസ് ഹോം ടു ഓവർ 85% പോപ്പുലേഷൻ. ഈ ഒരു വൺ ഹോൺ റൈനോയുടെ ലോകത്തിൽ കാണപ്പെടുന്ന 85% പോപ്പുലേഷൻ ഇവിടെ തന്നെയാണ്, ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇതിനെ ഇന്ത്യൻ റൈനോ എന്നും അറിയപ്പെടുന്നത്. ആൻഡ് ഇന്ത്യയിൽ ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന UP, ഉത്തർപ്രദേശിലും വെസ്റ്റ് ബംഗാളിലും ആസാമിലുമാണെന്നുള്ള ഒരു പോയിന്റ് ഓർമ്മയിൽ വെച്ചേക്കാം. ദെൻ അക്കോർഡിംഗ് ടു WWF data from 2012, Assam has 91% of the total rhino in India. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ UP, വെസ്റ്റ് ബംഗാൾ, ആസാമിൽ കാണപ്പെടുന്നു പറഞ്ഞല്ലോ. അതിൽ തന്നെ 91% കാണപ്പെടുന്ന എവിടെയാണ്? ആസാമിലാണെന്നുള്ളൊരു പോയിന്റ് ഓർക്കുക. ആസാമിലെ പ്രധാന 2 ഒരു ഈ പറഞ്ഞ പോലെ കസിരംഗ നാഷണൽ പാർക്കിലും അതേപോലെ പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാങ്ച്വറിലുമായിട്ടാണ് ഈ 91% റൈനോസിനെയും ഇന്ത്യയിൽ കാണപ്പെടുന്നത്. അപ്പോൾ ആസാമിൽ പ്രധാനമായിട്ട് കാണുന്നു, എന്നാൽ ആസാമിൽ അല്ലാണ്ട് UPയിലും വെസ്റ്റ് ബംഗാളിലും കാണപ്പെടുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഓൾ ടുഗദർ 85% പോപ്പുലേഷൻ കാണുന്ന ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അല്ലാണ്ട് വേറെ ഏതൊക്കെ രാജ്യങ്ങൾ
രാജ്യങ്ങളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ എന്നുള്ളൊരു പോയിന്റ് ഓർക്കണം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഷെഡ്യൂൾ 1 പ്രകാരം പ്രൊട്ടക്റ്റഡ് ആണ്. IUCN വൾണറബിൾ ലിസ്റ്റിനകത്ത് പെടുന്നതാണ്. സൈറ്റ്സിന്റെ അപ്പൻഡിക്സ് 1 വരുന്ന ആനിമൽ ആണ് ഈ വൺ ഹോൺ റൈൻ എന്നുള്ള ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് തൊട്ടു മുമ്പ് കണ്ട ഒരു പോയിന്റ് ഒന്നുകൂടെ നോക്കാം. ലോകത്തിൽ ഈ പറഞ്ഞ പോലെ 5 തരം റൈനോ സ്പീഷീസ് ആണുള്ളത്. അതിനകത്ത് ഒരെണ്ണമാണ് നമ്മുടെ ഇന്ന് വാർത്തയിലുള്ള ഗ്രേറ്റർ വൺ ഹോൺ റൈനോ എന്ന് പറയുന്നത്. വൾണറബിൾ ആണെന്നുള്ള ഒരു കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്താണ് വൈറ്റ് റൈനോസ്, നിയർ ത്രെട്ടൻഡ് കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത്. ദെൻ ബ്ലാക്ക് റൈനോസ് ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ജാവൻ റൈനോയും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ദെൻ സുമാത്രൻ റൈനോസ് എക്സ്റ്റിന്റ്, ഇപ്പം നിലവിൽ അതിനെ കാണപ്പെടാറൊന്നുമില്ല, എക്സ്റ്റിന്റ് ആണെന്നൊരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് സുമാത്രൻ റൈനോസിന് പോയിരിക്കുന്നത്. സോ ഇതിനകത്ത് ഏഷ്യയിൽ കാണപ്പെടുന്ന 3 തരം സ്പീഷീസ് ഓഫ് റൈനോസ് മാത്രമാണ് ഗ്രേറ്റർ വൺ ഹോൺ റൈനോയും ജാവനും സുമാത്രനും എന്നുള്ള പോയിന്റ് ഓർക്കാം. ആൻഡ് ഓൺലി ദ ഗ്രേറ്റ് വൺ ഹോൺ റൈനോ ഇസ് ഫൗണ്ട് ഇൻ ഇന്ത്യ. ഈ 3 ഏഷ്യയിൽ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇതിനെ മാത്രമാണ് ഗ്രേറ്റർ വൺ ഹോൺ റൈനോ മാത്രമാണെന്നുള്ളൊരു പോയിന്റ് ഓർക്കണം. ഓൾസോ നോൺ ആസ് ഇന്ത്യൻ റൈനോ, ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ഓഫ് ദ റൈനോ സ്പീഷീസ്. ഈ 5 റൈനോ സ്പീഷീസിലും ഏറ്റവും ലാർജസ്റ്റ് ആണ് ഈ വൺ ഹോൺ റൈനോ അഥവാ ഇന്ത്യൻ റൈനോ എന്നുള്ളൊരു പോയിന്റും ഓർമ്മ വെച്ചേക്കാം. ഓക്കെ, ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആ ഒരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലാണ് കൂടുതലായിട്ടും ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് മാറുന്നത്. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിളാണ് നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലും എഡിറ്റിലുള്ള ആർട്ടിക്കിളാണ്. ബട്ട് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഒരു പ്രധാന ആർട്ടിക്കിൾ ആയിട്ട് തന്നെ ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ദ ഐഡിയ ഓഫ് വൺ നേഷൻ വൺ ഇലക്ഷൻ ഈസ് എഗെയിൻസ്റ്റ് ഫെഡറലിസം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സൈമൾട്ടേനിയസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. എന്തായാലും നമുക്ക് UPSC ഇത് ഈ ഒരു ആർട്ടിക്കിൾ പ്രധാനമായിട്ട് നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് അറിഞ്ഞിരിക്കേണ്ടത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്ത്യൻ പൊളിറ്റി, GS പേപ്പർ 2 ഇന്ത്യൻ പൊളിറ്റിയുടെ ആംഗിളിലാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിനെ ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ പെർസ്പെക്റ്റീവിലും അറിഞ്ഞിരിക്കാം. ഈവൻ ദോ ഈ ഒരു ആർട്ടിക്കിൾ ഈ പറഞ്ഞ പോലെ എഗെയിൻസ്റ്റ് ഫെഡറലിസം ആണ് എന്ന് പറയുമ്പോഴും ഇതിന്റെ ബോത്ത് ആ ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻസിന്റെ അഡ്വാൻറ്റേജസും അതേപോലെ ഡിസഡ്വാൻറ്റേജസും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. സോ അത് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം, ഈ ഒരു പോയിന്റ് പ്രിലിംസിന് വേണ്ടിയിട്ട് ഓർത്തിരിക്കണം. ഇൻ കേസ് നമുക്ക് പ്രിലിംസിനൊക്കെ ചോദ്യമൊക്കെ വരാം, ഈ പറഞ്ഞ പോലെ സൈമൾട്ടേനിയസ് സെലക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇന്ത്യയിൽ പുതിയതാണ്, അതായത് ഇതുവരെ ഇല്ലാത്തൊരു കൺസെപ്റ്റ് ആയിരുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം സൈമൾട്ടേനിയസ് സെലക്ഷൻസ് വെയർ ഹെൽഡ് ഇൻ ദ കൺട്രി ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 2 decades ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് അപ് ടു 1967. 1967 വരെയുള്ള ആ ഒരു 20 വർഷ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ സൈമൾട്ടേനിയസ് സെലക്ഷൻ ആയിരുന്നു. ഈ പറഞ്ഞ ഒരുമിച്ച് ലോക്സഭയിലും ഇവിടുത്തെ സംസ്ഥാനങ്ങളിലേക്കൊക്കെയുള്ള സംസ്ഥാന നിയമസഭകളിലേക്കൊക്കെയുള്ള ഇലക്ഷൻസ് ഒരുമിച്ചായിരുന്നു കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ 1968ലും 1967ലും ഈ പറഞ്ഞ പോലെ ചില സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ ഈ പറഞ്ഞ പോലെ പിരിച്ചുവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പോലെ പല പല വർഷങ്ങളിലായിട്ടും ഈ പറഞ്ഞ പോലെ ലോക്സഭ ഇലക്ഷൻസും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസും പല ഡേറ്റുകളിലേക്കായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വീണ്ടും പഴയ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ സൈമൾട്ടേനിയസ് ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത്തരത്തിൽ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ബെനിഫിറ്റ് ആണ് റിസോഴ്സ് എഫിഷ്യൻസി. അതായത് ഈ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ റിസോഴ്സ് നമുക്ക് ആവശ്യം വരുന്ന ഒരു കൺസെപ്റ്റാണ്. വലിയ രീതിയിൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരും. കാരണം ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ, ഈ പറഞ്ഞ പോലെ എക്യുപ്മെന്റ്സിന് ട്രാൻസ്പോർട്ടേഷൻസ്, അങ്ങനെ അതിന്റെ വേണ്ടുന്ന ഈ പറഞ്ഞ പോലെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുക, ഇതെല്ലാം വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആവശ്യം വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷങ്ങളും ഈ പറഞ്ഞ പോലെ ഓരോരോ അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിലായിട്ട് പല സമയങ്ങളിലായിട്ട് ഇലക്ഷൻസ് വരുമ്പോഴേക്കും ഇവിടെ ഓഫീസുകളുടെ ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലം ഫയലുകളൊക്കെയാണെങ്കിലും പൊതുവിൽ ഈ പറഞ്ഞ പോലെ നീങ്ങാതെ പോകുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാസ്സാകാതെ പോകുന്ന പലവിധ പ്രശ്നങ്ങൾ വരും. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് സഹായിക്കും എന്നുള്ള രീതിയിൽ പറയുന്നത്. കാരണം ഉദ്യോഗസ്ഥരെ ഒരു സമയത്തേക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. പല പല സമയങ്ങളിലായിട്ട് ഇലക്ഷൻസിന് വേണ്ടിയിട്ട് അവരെ ഡ്യൂട്ടിക്ക് അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ഹെൽപ്പ് ടു എൻഹാൻസ് വോട്ടർ ടേൺ ഔട്ടും പറയാറുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ തൊട്ടും പറഞ്ഞല്ലോ 2024 ലോക്സഭ ഇലക്ഷൻ, പിന്നെ 2025 അടുത്ത ഈ പറഞ്ഞ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള ഇലക്ഷൻസ്, 26 നിയമസഭ ഇലക്ഷൻസ്, ഇങ്ങനെ അടിക്കടി 3 വർഷത്തേക്ക് ഇലക്ഷൻസ് വരുമ്പോഴേ അത് മിക്ക സമയങ്ങളിലും ഇലക്ഷൻസ് വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും പല ആളുകൾ ഈ പറഞ്ഞ പോലെ വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം വരും. കാരണം എസ്പെഷ്യലി പ്രൈവറ്റ് മേഖലയിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരു ദിവസം വോട്ട് ചെയ്യാനായിട്ട് പോകണമെങ്കിൽ ഒരു ദിവസം അവരുടെ വർക്ക് കളഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ പലപ്പോഴും വോട്ട് ചെയ്യാനായിട്ടൊക്കെ പോകുന്നത്. അവരുടെ അന്നത്തെ ദിവസം വരുമാനമാണ് നഷ്ടപ്പെടുന്നത്. സോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വരുമാനം നഷ്ടപ്പെടുത്തി എല്ലായ്പ്പോഴും പോയി വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഈ പറഞ്ഞ പോലെ പതുക്കെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ കളയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു വോട്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം ആളുകൾ കളയാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. സോ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റത്തവണ ഇലക്ഷൻസ് നടപ്പാക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ വോട്ടർ ടേൺ അറൗണ്ട് കൂട്ടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള കാര്യം ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ പറയുമ്പോഴും ഇതിനകത്ത് ഒരുപാട് ചലഞ്ചസ് നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ഇറ്റ് വിൽ റിക്വയർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. അതായത് ഈ പറഞ്ഞ പോലെ
ഇപ്പൊ നിലവിൽ ഓരോ 5 വർഷത്തേക്കാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇലക്ഷൻസ് ആണെങ്കിലും കണ്ടക്ട് ചെയ്ത് പോരുന്നത്. അപ്പൊ ഇവിടെ നിലവിൽ ഈ പറഞ്ഞ പോലെ സൈമൾട്ടേനിയസ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഈ 5 വർഷം പൂർത്തിയാകാത്ത ഈ പറഞ്ഞ ഒരുപാട് സംസ്ഥാനങ്ങളൊക്കെ നിലവിലുണ്ട്. സംസ്ഥാന നിയമസഭകളൊക്കെയാണ് നിലവിലുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി കേരളത്തിന്റെ കാര്യമാണെങ്കിലും 5 വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ 5 വർഷം പൂർത്തിയാകാത്ത സംസ്ഥാനങ്ങളെ പിരിച്ചുവിടേണ്ടതായിട്ട് വരും. ഡിസോൾവ് ചെയ്തിട്ട് വേണം അവിടെ എല്ലാം തന്നെ ഇത്തരത്തിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്. സോ അതിന് ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകൾ നടത്തേണ്ടതായിട്ട് വരും. എസ്പെഷ്യലി ആർട്ടിക്കിൾ സച്ച് ആസ് 83, 85, 172, 174 ഇതൊക്കെ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഡ്യൂറേഷൻ ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഈ മാറ്റങ്ങൾ വരുത്താനായിട്ട് തീർച്ചയായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകൾ ആവശ്യമായിട്ട് വന്നേക്കും എന്നുള്ളത് ഒരു പോയിന്റ് തന്നെയാണ്. ഇനി അടുത്തൊരു ചലഞ്ച് തന്നെയാണ് ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട്. ഇത്തരത്തിൽ ഒറ്റ ഒരു ടൈം ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സൈമൾട്ടേനിയസ് ഇലക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് വി വി പാറ്റ്സ് മീൻസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ വോട്ടിംഗ് മെഷീനുകൾ ഈ പറഞ്ഞ പോലെ വോട്ടർ വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ മെഷീൻസ് ഇപ്പം നമ്മൾ നിലവിൽ ഇലക്ഷനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ വി വി പാറ്റ് മെഷീൻസ് ഒക്കെ തന്നെ. അതേപോലെ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് എണ്ണം ആവശ്യമായിട്ട് വന്നേക്കും. ഇപ്പം നിലവിൽ സൈമൾട്ടേനിയസ് അല്ലാത്തതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിൽ പല സമയങ്ങളിലാണ് ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിടങ്ങളിൽ ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ മെഷീനുകൾ ഈ പറഞ്ഞ പോലെ മറ്റിടങ്ങളിലേക്ക് പാസ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഒരു റൊട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ബട്ട് നിലവിൽ നമ്മൾ ഈ ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ നടത്താൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഇൻഫ്രാസ്ട്രക്ചറും അതിന് വേണ്ടുന്ന ടെക്നോളജികൾ നമുക്ക് ആവശ്യമായിട്ട് വരുമെന്നുള്ളതും അതിൻ്റെ ഒരു ചലഞ്ച് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി സപ്പോസ് നമ്മൾ സൈമൾട്ടേനിയസ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പിന്നീട് ഈ പറഞ്ഞ പോലെ എപ്പം വേണമെങ്കിലും ഒരു ബൈ ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാം. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ നഷ്ടപ്പെട്ടു പോയേക്കാം. ഐ മീൻ പഴയ രീതിയിലേക്ക് തന്നെ ഇപ്പം വൺസ് നമ്മൾ പറഞ്ഞല്ലോ 2020 ഇൻഡിപെൻഡൻസ് കിട്ടിയ 20 വർഷം കാലം ഇതുപോലെ തന്നെ സൈമൾട്ടേനിയസ് ഇലക്ഷൻ ആയിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ പല സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ പോലെ പ്രസിഡന്റ് റൂളുകളും അങ്ങനെ അവിടുത്തെ നിയമസഭകളൊക്കെ പിരിച്ചുവിടേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് വീണ്ടും ആ ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ ഇനി അത്തരത്തിൽ വന്നുകൂടായികയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ചലഞ്ചസ് നിലവിൽ ഈ ഒരു വൺ നേഷൻ ആ ഒരു വൺ ഇലക്ഷൻ അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളൊരു പോയിന്റും കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. ഇത്രയും പോയിന്റാണ് ആ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള സൈമൾട്ടേനിയസ് ഇലക്ഷന്റെ അഡ്വാൻറ്റേജസും അതുപോലെ ഡിസഡ്വാൻറ്റേജസും കൃത്യമായിട്ടും മനസ്സിലാക്കിയിരുന്നേക്കാം. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു ആർട്ടിക്കിളാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഒരു ആർട്ടിക്കിളാണിത്. GS2 ഗവേണൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെഡ്ലൈൻ ഇതാണ്: വൈ വാസ് FCRA എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ആണ് രജിസ്ട്രേഷൻ ഫോർ സെവറൽ NGOs ക്യാൻസൽഡ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണ് ഈ ഒരു ആക്ടിന്റെ കാര്യങ്ങളൊക്കെ കയറി വരുന്നത്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അതുപോലെ തന്നെ നമ്മുടെ NGOസിന്റെ റെഗുലേഷൻ ഒക്കെ വരുന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. അപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട NGOs ആയ സെന്റർ ഫോർ പോളിസി റിസർച്ച് CPR അതേപോലെ വേൾഡ് വിഷൻ ഇന്ത്യയും ഈ പറഞ്ഞ അവരുടെ FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. വൈ വാസ് FCRA രജിസ്ട്രേഷൻ ഫോർ സെവറൽ NGOs ക്യാൻസൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്താണ് ഈ FCRA അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ശരിക്കും പറഞ്ഞാൽ 1976 നമ്മൾ എനാക്ട് ചെയ്ത ഒരു നിയമമാണിത്. during the emergency period due to concerns about foreign interference in India's affairs through financial support to independent organization. അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് NGOs വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് NGOs. ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവർ നാട്ടിൽ ജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി എഡ്യൂക്കേഷൻ, ഹെൽത്ത് മേഖലകളൊക്കെ ഒരുപാട് വർക്കുകൾ NGOs നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. ബട്ട് അതുപോലെ അതേ സ്ഥാനത്ത് അതിനു വേണ്ടിയിട്ട് ആ ഒരു ഫണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇവർ ഒരുപാട് ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റിസീവ് ചെയ്യുന്നുണ്ട്. ബട്ട് ചില ഈ പറഞ്ഞ പോലെ NGOസിന്റെ കാര്യത്തിലേക്ക് ഈ പറഞ്ഞ പോലെ 1970 ആ ഒരു എമർജൻസി പീരീഡ് ഒക്കെ ആയപ്പോഴേക്കും ഗവൺമെന്റിന് സസ്പീഷൻസ് തോന്നി. അതായത് ഇവിടുത്തെ നമ്മുടെ രാജ്യത്തെ ഈ പറഞ്ഞ പോലെ ഇന്റേണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി പീസിനെയൊക്കെ തന്നെ അഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഫോറിൻ ഫണ്ടിങ് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു എന്താ പറയുക ഒരു സംശയത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസേൺസ് ഒക്കെ മാറ്റാനായിട്ടാണ് 1976 FCRA ആക്ട് നമ്മൾ നിലവിൽ കൊണ്ടുവരുന്നത്. ഈ ഒരു ആക്ട് പ്രകാരം ഈ പറഞ്ഞ പോലെ നിലവിൽ നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും NGOs ഉണ്ടെങ്കിൽ അവർക്ക് ഫോറിനിൽ നിന്ന് ഡൊണേഷൻസും കാര്യങ്ങളൊക്കെ സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലൈസൻസ് എത്തിയിരിക്കണം. ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം. FCRA ആക്ടിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ലൈസൻസും കാര്യങ്ങളും കിട്ടി ഫോറിൻ ഡൊണേഷൻസ് ഒക്കെയാണല്ലോ സ്വീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അതിനായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് തുടക്കണം. അത് ഈ പറഞ്ഞ പോലെ ന്യൂഡൽഹിയിലുള്ള SBIയുടെ ബ്രാഞ്ചിലായിരിക്കണം, ഈ പറഞ്ഞ ഡെസിഗ്നേറ്റഡ് ബ്രാഞ്ചിലായിരിക്കണം ആ ഒരു അക്കൗണ്ടും കാര്യങ്ങളും തുടങ്ങേണ്ടത്. എന്നിട്ട് ആ ഒരു അക്കൗണ്ട് മുഖാന്തരമായിരിക്കണം ഈ ഡൊണേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ സ്വീകരിക്കേണ്ടത്. അത് മാത്രമല്ല എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും ആ അക്കൗണ്ടിന്റെ വെരിഫിക്കേഷൻസ് ഒക്കെ തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് മുമ്പിൽ ഹാജരാക്കണം. ഒരു വർഷത്തിൽ നിന്ന് മാത്രം